അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള എങ്ങനെയാണ് കീയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഈ കീ ഷെഡ്യൂളിംഗ് എങ്ങനെ നടക്കുന്നു, കീ ജനറേഷനും കീ ഷെഡ്യൂളിംഗ് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ കീ എന്ന് പറയുന്ന ആക്ച്വലി അതായത് ഇനി റൈറ്റ് പാർട്ട്, അതായത് ലെഫ്റ്റ് പാർട്ട് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ലെഫ്റ്റ് പാർട്ടിലെ ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ, ദെൻ ഓരോ റൗണ്ടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ അതിനുശേഷം ഈ 32 ബിറ്റുകൾ വരും, അതായത് ലെഫ്റ്റിലും റൈറ്റും കിട്ടും. അതിനെ ഒന്ന് സ്വാപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻവേഴ്സ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷനിലേക്ക് കൊടുക്കുക. സോ ദാറ്റ് ഈസ് ദ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി നമ്മളുടെ റൈറ്റ് പാർട്ട് നമ്മൾ നോക്കിയില്ല. റൈറ്റ് പാർട്ടിലാണ് നമ്മുടെ കീ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ കീ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 64 ബിറ്റ് കീ ആണ് നമ്മൾ ഒറിജിനൽ കീ എന്ന് പറയുന്നത്. ഒരു 64 ബിറ്റ് കീ ആണ്. ഈ 64 ബിറ്റ് കീയെ ഒരു പെർമ്യൂട്ടഡ് ചോയ്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടും? ഒരു 56 ബിറ്റ് ആയിട്ട് കീ ആയിട്ട് കിട്ടും. അതായത് ഇവിടെ നടക്കുന്ന ആക്ച്വലി ഒരു റെഡ്യൂസിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് 64 ബിറ്റിൽ നിന്നും ഒരു 8 ബിറ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്തു 56 ബിറ്റാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ദെൻ അതിനുശേഷം ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ആ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റിനും 56 ബിറ്റ് തന്നെ, അതായത് 56 ബിറ്റിന് സർക്കുലർ ഷിഫ്റ്റ് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് പെർഫോം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഗെയിൻ ഒരു 56 ബിറ്റാണ്. ഇതിന് എഗെയിൻ നമ്മളൊരു പെർമ്യൂട്ടഡ് ചോയ്സ് കൊടുക്കുന്നു. അതായത് വീണ്ടും നമ്മളൊരു റിഡക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ കിട്ടുന്നതാണ് 48 ബിറ്റ് കീ. ഇതിനെയാണ് നമ്മൾ ഓരോ റൗണ്ടിലും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ ഈ 56 ബിറ്റ് കീ, അതായത് പെർമ്യൂട്ടഡ് ചോയ്സ് 1ൻ്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള 56 ബിറ്റ് കീയെ തന്നെ നമ്മൾ ഓരോ തവണയും ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തിട്ടാണ്, ഒരു തവണ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ടിലേക്ക് കൊടുക്കുന്നു. അടുത്ത വീണ്ടും അതിനെ തന്നെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ 16 റൗണ്ടുകളിലും നമ്മൾ ഈ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കീ ജനറേഷൻ്റെ ആക്ച്വൽ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 56 ബിറ്റുള്ള കീയെ രണ്ട് ലെഫ്റ്റ് ഷിഫ്റ്റുകൾ, അതായത് 2 ബിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പെർമ്യൂട്ടഡ് ചോയ്സ് നടക്കുന്നുണ്ട്. പെർമ്യൂട്ടഡ് ചോയ്സിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? 48 ബിറ്റ് കീ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇനി എന്താണ് ഈ പെർമ്യൂട്ടഡ് ചോയ്സ് 1 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നടക്കുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 64 ബിറ്റ് കീ ഉണ്ടായിരുന്നു. സോ 64 ബിറ്റ് കീനെ 56 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. സോ അതിനായിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്? 8, 16, 24, 32 എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലുള്ള 64 എന്ന് പറയുന്ന ബിറ്റ് പൊസിഷനിലുള്ള ഡേറ്റാസിനെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് റിമൂവ് ചെയ്യും. നമ്മുടെ ഒറിജിനൽ കീയിലെ 8th പൊസിഷൻ, 16th പൊസിഷൻ, 24th പൊസിഷൻ, 36th പൊസിഷൻ, ദെൻ 58 പൊസിഷൻ, 64 പൊസിഷൻ, അങ്ങനെ 8 ബിറ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? അങ്ങനെ എഫക്റ്റീവ് കീ ലെങ്ത് എന്ന് പറയുന്ന 56 ബിറ്റാക്കി കൺവേർട്ട് ചെയ്യുന്നു. സോ ഇതാണ് പെർമ്യൂട്ടഡ് ചോയ്സ് 1ൽ നടക്കുന്ന കാര്യങ്ങൾ. അതായത് ഈ പറയുന്ന പൊസിഷനിലുള്ള ബിറ്റുകളെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ പെർമ്യൂട്ടഡ് ചോയ്സ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്. അപ്പം അതിലെന്ന് പറയുമ്പം ഒരു സർക്കുലർ ഷിഫ്റ്റാണ് നടക്കുക. അപ്പോൾ ആദ്യത്തെ റൗണ്ടിലെന്ന് പറയുമ്പം 1 ഷിഫ്റ്റാണ് നടത്തുക, ഒരു ഷിഫ്റ്റ് ആയിരിക്കും പെർഫോം ചെയ്യുക ആദ്യത്തെ റൗണ്ടിൽ. അപ്പം അതായത് അവിടെ നമ്മൾ 1, 2, 9, 16 എന്ന് പറയുന്ന ബിറ്റുകൾ മാത്രമായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് ഷിഫ്റ്റിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റ്, 9th ബിറ്റ്, 16th ബിറ്റ്. ദെൻ അടുത്ത ഒരു സർക്കുലർ ഷിഫ്റ്റിൽ എന്താ ചെയ്യുന്നത്? 2 ഷിഫ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ റൗണ്ടും, അതായത് ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും 9th റൗണ്ടിലും 16th റൗണ്ടിലും നമ്മളുടെ ഒരു ഷിഫ്റ്റ് മാത്രമായിരിക്കും പെർഫോം ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള, അതല്ലാതെയുള്ള ബാക്കിയുള്ള റൗണ്ടുകളിലെല്ലാം 2 ഷിഫ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇനി അടുത്ത അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 56 ബിറ്റിനെ വീണ്ടും 8 ബിറ്റുകൾ ഇതിൽ നിന്ന് മാറ്റി 48 ബിറ്റാക്കി മാറ്റണം. അതിന് നമ്മൾ സിംപ്ലി അതിൽ നിന്നും 8 ബിറ്റുകളെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, 48 ബിറ്റാക്കി പെർമ്യൂട്ട് ചെയ്തെടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ കീ ജനറേഷൻ. അപ്പോൾ കീ ജനറേഷൻ എന്ന് പറയുന്നത് ഒറിജിനലി 64 ബിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും 8 ബിറ്റ് നമ്മൾ പാരിറ്റി ബിറ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ പാരിറ്റി ബിറ്റായിട്ട് എടുത്തിട്ട് ആ പാരിറ്റി ബിറ്റുകളെ റിമൂവ് ചെയ്യും. അതാണ് പാരിറ്റി ബിറ്റുകൾ 8th പൊസിഷനിലുള്ളത്, 16th പൊസിഷനിലുള്ളത്, 24th പൊസിഷനിലുള്ളത്, അങ്ങനെ 32th പൊസിഷൻ, 33
സെക്കൻഡ് പൊസിഷനിലുള്ളത്. അങ്ങനെ 8 ബിറ്റുകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് 56 ബിറ്റുകളാക്കി മാറ്റും. ഈ 56 ബിറ്റുകളെ നമ്മൾ എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 28 ബിറ്റുകൾ വീതമുള്ള 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ 2 പാർട്ടുകൾ എന്ന് പറയുമ്പോൾ ഇനി ഇതിനെ നമ്മൾ സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് പെർഫോം ചെയ്യണം. സോ അതിലെന്ന് പറയുമ്പോഴത്തേക്കും ഈ ലെഫ്റ്റ് ഷിഫ്റ്റിങ്ങിൽ ചെയ്യുന്നത് നമ്മളുടെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, 9th റൗണ്ട്, 16th റൗണ്ടിൽ ഒരൊറ്റ ഷിഫ്റ്റ്, ഒരു ബിറ്റായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. അതല്ലാതുള്ള ബാക്കി എല്ലാ റൗണ്ടിലും 2 ബിറ്റുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൗണ്ട് 1ലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ 28 ബിറ്റുകളെ കംപ്രസ് ചെയ്തിട്ട് 48 ബിറ്റാക്കി മാറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റൗണ്ട് കീ 1ലേക്ക് കൊടുക്കുന്നുണ്ട്. ദെൻ ഇനി സെക്കൻഡ് റൗണ്ടിലേക്കും ഇതുപോലെ തന്നെ കൊടുക്കുക. ഇനി 1 2 9 16 ഉള്ള അങ്ങനെയുള്ള റൗണ്ടുകളിൽ മാത്രം നമ്മൾ 2 ഷിഫ്റ്റുകൾ, ഒരു ബിറ്റിനെ മാത്രമാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അതല്ലാതുള്ള എല്ലാ റൗണ്ടുകളിലും 2 ബിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കീ ജനറേഷനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് DESൻ്റെ ഡിക്രിപ്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. സോ ഡിക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എൻക്രിപ്ഷൻ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ജസ്റ്റ് റിവേഴ്സിലാണ് പെർഫോം ചെയ്യുന്നതാണ് DESൻ്റെ ഡിക്രിപ്ഷൻ അൽഗോരിതം. സോ ഫീസ്റ്റൽ ഡിസൈനിൽ ഡിക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു സബ് കീസ് റിവേഴ്സ് ഓർഡറിലായിരിക്കും പെർഫോം ചെയ്യുക. അതായത് ഫസ്റ്റ് റൗണ്ടിൽ, അതായത് ഡിക്രിപ്ഷനിൽ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീ എന്ന് പറയുന്നത് കീ 16 ആയിരിക്കും, സബ് കീ 16 ആയിരിക്കും. അടുത്ത സെക്കൻഡ് റൗണ്ടിൽ ഉപയോഗിക്കുന്ന സബ് കീ 15 ആയിരിക്കും. അങ്ങനെ. സോ ഇവിടെ മുന്നത്തെ നമ്മളുടെ എൻക്രിപ്ഷനിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ഉണ്ട്. പിന്നെ നമ്മളുടെ 16 റൗണ്ടുകളുണ്ട്. ദെൻ 16 റൗണ്ടുകൾക്ക് ശേഷം ഒരു ഫൈനൽ പെർമ്യൂട്ടേഷൻ ഉണ്ട്. അതിനുശേഷമായിരിക്കും ഒറിജിനൽ ഡേറ്റ ആയിട്ട് റിക്കവർ ചെയ്യുന്നത്. സോ ഡിക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സൈഫർ ടെക്സ്റ്റ് ആണ് നമ്മുടെ ഇൻപുട്ട്, 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ്. അതിന് ആദ്യം ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ കൊടുക്കും, അപ്പോൾ 64 ബിറ്റ് കിട്ടും. ദെൻ റൗണ്ട് 1ൽ നമ്മൾ K16 ആണ് കൊടുക്കുക, K1 അല്ല K16 ആണ് കീ ആയിട്ട് കൊടുക്കുക. അത് 48 ബിറ്റ് കീ ആയിരിക്കും, റൗണ്ട് 1ലേക്ക് കൊടുക്കും. അങ്ങനെ 16 റൗണ്ടുകൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് 64 ബിറ്റ് കിട്ടും. അതിന് ഒരു സ്വാപ്പ്, അതായത് 32 ബിറ്റ് വീതമുള്ള 2 ബ്ലോക്കുകൾ കിട്ടും. അതിനെ ഒന്ന് സ്വാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മളുടെ 64 ബിറ്റിനെ എഗെയിൻ ഒരു ഇൻവേഴ്സ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ പെർഫോം ചെയ്യുമ്പോഴായിരിക്കും ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിനെ റിസീവർ സൈഡിലേക്ക് ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എൻക്രിപ്ഷനിൽ ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെയാണ്. ഇവിടെ ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഓരോ റൗണ്ടിൽ ഉപയോഗിക്കുന്ന കീയുടെ എണ്ണത്തിൽ റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ദെൻ ഇവിടെ ഉപയോഗിക്കുന്ന ഡിക്രിപ്ഷനായിട്ട് ഉപയോഗിക്കുന്ന കീസ് എന്ന് പറയുന്ന ജനറേഷൻ എന്ന് പറയുന്നതും അത് മറ്റതുപോലെ തന്നെയാണ്. അതിന് സിമിലർ ആയിട്ടുള്ള അതേ ഓപ്പറേഷൻ കീ ജനറേഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്.